ചാർജിങ്ങിനിട്ട സ്കൂട്ടർ കത്തിനശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ലെന്ന പരാതിയുമായി ഉടമ. ഇടുക്കി സ്വദേശി ചേറാടിയിൽ പ്രിൻസ് ബാബുവാണ് സ്കൂട്ടർ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 16-നാണ് ചുരുളിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പ്രിൻസ് എത്തിയത്. പതിവായി ഇവിടെ എത്തുമ്പോൾ സ്കൂട്ടർ ചാർജ് ചെയ്യാറുണ്ട്. ഇത്തവണയും സ്കൂട്ടർ ചാർജ് ചെയ്യാനിട്ട ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം സ്കൂട്ടറിന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ സമീപത്തിരുന്ന വാഷിംഗ് മെഷീൻ, ഉണങ്ങാനിട്ടിരുന്ന തുണികൾ, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. സംഭവത്തിൽ സ്കൂട്ടറിന്റെ നിർമ്മാതാക്കളായ ഒല കമ്പനിയുമായി ബന്ധപ്പെട്ടെങ്കിലും ചാർജിംഗിലെ പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞ ക്ലെയിം കമ്പനി നിഷേധിച്ചതായി പ്രിൻസ് പറയുന്നു. ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും ഇങ്ങനെയൊരു തീ പിടുത്തം ഉണ്ടാവുകയും അത് എന്താണത് കമ്പനിയുടെ തന്നെയാണ് ഉത്തരവാദിത്വമാണത്. അപ്പോൾ നമ്മൾ ഇത് ഓല കമ്പനിയിൽ ഇൻഫോം ചെയ്തു. അവർ വന്ന് നോക്കി. അവർ വന്നിട്ട് പറയുന്നു, ഇത് കമ്പനിയുടെ ഭാഗത്തെ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്, ഷോർട്ട് സർക്യൂട്ടാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 വർഷം അതിന് വാറണ്ടിയുള്ള പുതിയ വണ്ടിയാണത്. 3 വർഷം വാറണ്ടിയുള്ള ആ വണ്ടിയുടെ വാറണ്ടിയിൽ നമുക്കതൊന്നും ക്ലെയിം ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നാണ് ഓല കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിത് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുക എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവർക്ക് നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. എന്നിട്ടും അവർ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയറിൻ്റെ തീപിടുത്തമുണ്ടായതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്ന് അവർ പറയുന്നു. പിന്നെ FIR വേണം, അത് വേണം, ഇത് വേണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ ഒരു ക്ലെയിമിൻ്റെ ഒരു കാര്യത്തിനും അവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇതുവരെ. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളവരുടെ എല്ലാവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇതിങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാം. അപ്പോൾ എല്ലാവരും കരുതലോടെ ആയിരിക്കുക. 3 വർഷത്തോളം വാറണ്ടിയുള്ള സ്കൂട്ടറാണ് കത്തി നശിച്ചത്. ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആവശ്യപ്പെട്ട ഡോക്യുമെന്റുകൾ എല്ലാം സമർപ്പിച്ചിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രിൻസ് ആരോപിച്ചു. ഇരു കമ്പനികൾക്കെതിരെയും നഷ്ടപരിഹാരത്തിന് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഈ യുവാവ്. അടുത്തിടെയായി ഈ കമ്പനിയുടെ തന്നെ നിരവധി സ്കൂട്ടറുകൾ പല സ്ഥലങ്ങളിലായി കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമെന്ന് ഇനിയും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല.